Hello viewers, once again welcome back to my channel. So anyway, today here we are going to discuss the third unit of our textbook named Say What You Mean. So here we can say that this unit mainly talks about the importance of learning English. So ഈ ഒരു യൂണിറ്റിൽ നിന്ന് പ്രധാനമായും പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഓർഡറിൽ ഈ ഒരു തേർഡ് യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൽ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് how do you respond to the following question or statement എന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തരികയാണ്, കൺഗ്രാറ്റുലേഷൻസ് ഐ എം സോ പ്ലീസ് ടു ഹിയർ ദാറ്റ്, ഹൗ വിൽ യു റെസ്പോണ്ട് ടു ദ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് റിപ്ലൈ ചെയ്യും എന്നുള്ള ആ ഒരു റിപ്ലൈ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കാം. സോ ദാറ്റ്സ് എൻ ഈസി ക്വസ്റ്റ്യൻ. നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആൻസർ അവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായും പഠിക്കാനുള്ള ഒരു കണ്ടന്റ് രജിസ്റ്റർ എന്നുള്ള വാക്കാണ്. സോ ഐ ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് ദ വേർഡ് രജിസ്റ്റർ. ഇവിടെ the context or situation plays an important role in selecting the right expression during a conversation. This is called register. നമ്മൾ പലതവണ പറഞ്ഞൊരു കാര്യമാണ് എന്താണ് രജിസ്റ്റർ എന്ന വാക്യം. ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വൺ വേർഡിന്, ഐ മീൻ വൺ മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് ഈ രജിസ്റ്റർ എന്നുള്ള ആ ഒരു ടേം കേട്ടോ. ദെൻ അത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അതും അവിടെ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിരിക്കുക ആ ഒരു ടേമുമായിട്ട്. ഇതല്ലാതെ നമ്മൾ അവിടെ പഠിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമൽ ഇംഗ്ലീഷ് ആൻഡ് ഇൻഫോർമൽ ഇംഗ്ലീഷ്. ദാറ്റ് ഇസ് സീരിയസ് കൺസേൺ. അത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. കാരണം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലതവണയായിട്ട് ഐ മീൻ എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഫോർമൽ ഇംഗ്ലീഷും ഇൻഫോർമൽ ഇംഗ്ലീഷും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പൊ അത് പ്രധാനമായിട്ടും അതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫോർമൽ ഇംഗ്ലീഷ് എന്താണ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഫോർമൽ ഇംഗ്ലീഷ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ റൈറ്റിംഗ് എന്നാ പറയുന്നത്. സാധാരണഗതിയിൽ ടെക്സ്റ്റ് ബുക്സിൽ, ബിസിനസ് ലെറ്റേഴ്സ്, ഇതുപോലെയുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഫോർമൽ ഇംഗ്ലീഷ് ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഒഫീഷ്യൽ ആൻഡ് സീരിയസ് ഒക്കേഷൻസ്. ആൻഡ് ഈ ഫോർമൽ ഇംഗ്ലീഷിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമൽ ഇംഗ്ലീഷിനകത്ത് സ്ലാങ്ങും അതുപോലെ കൊളോക്കിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ നമ്മൾ ഫോർമൽ ഇംഗ്ലീഷിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർമൽ ഇംഗ്ലീഷ് സാധാരണഗതിയിൽ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ ബിസിനസ് ലെറ്റേഴ്സ്, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഫോർമൽ ഇംഗ്ലീഷ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ. ദെൻ ഈ ഫോർമൽ ഇംഗ്ലീഷിന്റെ ടോണ് അക്കാഡമിക് ആയിരിക്കും. അതിനകത്ത് സ്ലാങ് അതുപോലെ കൊളോക്കിയൽ ലാംഗ്വേജുകളൊന്നും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. കൊളോക്കിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആർ അവോയ്ഡഡ് എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അബ്രീവിയേറ്റഡ് ഫോംസ് ഓഫ് വേർഡ്സ് ആർ also avoided and grammar rules are strictly followed. ഇതാണ് ഫോർമൽ ഇംഗ്ലീഷിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ കാര്യം മനസ്സിലാക്കി വെക്കണേ. ഫോർമൽ ഇംഗ്ലീഷ് സാധാരണഗതിയിൽ ടെക്സ്റ്റ് ബുക്സ്, ബിസിനസ് ലെറ്റേഴ്സ്, ഇതുപോലെയുള്ള ഡിസ്കോഴ്സുകളിൽ, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു ടോണ് അക്കാഡമിക് ടോൺ ആയിരിക്കും. ദെൻ ഗ്രാമർ സ്ട്രിക്ട്ലി അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അബ്രീവിയേഷൻസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കൊളോക്കിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, സ്ലാങ്, ഈ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ഫോർമൽ ഇംഗ്ലീഷ്. ആൻഡ് ഇഫ് യു ഗോ ടു ഇൻഫോർമൽ ഇംഗ്ലീഷ്, ദിസ് ഇസ് സ്പോക്കൺ ബൈ മോസ്റ്റ് പീപ്പിൾ എവറി ഡേ. നമ്മുടെ ഡെയിലി ടോക്സ് ഒക്കെ മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് വിൽ ബി ഇൻ ഇൻഫോർമൽ ഇംഗ്ലീഷ്. അല്ലെ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള സംസാരം, നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള സംസാരങ്ങൾ മുഴുവൻ ഈ ഇൻഫോർമൽ ഇംഗ്ലീഷിനകത്താണ് വരിക. ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇമെയിൽസ് ആൻഡ് ലെറ്റേഴ്സ് ടു ഫ്രണ്ട്സ്. നമ്മൾ സാധാരണ സുഹൃത്തുക്കൾക്ക്, മറ്റുള്ള ആളുകൾക്ക് അയക്കുന്ന ലെറ്റേഴ്സ്, ഇമെയില്, അതിനകത്ത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫോർമൽ ഇംഗ്ലീഷാണ് നമ്മൾ യൂസ് ആക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഹിയർ ഗ്രാമർ റൂൾസ് ആർ റിലാക്സ്ഡ്. അതായത് ഫോർമൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ അത്ര കണ്ടൊരു സീരിയസ് കൺസേൺ ആയിട്ട് ഇവിടെ മാറുന്നില്ല. ആൻഡ് സ്പീക്കേഴ്സ് ഓഫ് ഇൻഫോർമൽ ഇംഗ്ലീഷ് ആർ നോട്ട് മച്ച് കൺസേൺഡ് അബൌട്ട് വൊക്കാബുലറി, slang and colloquial expressions may be used.
അവിടെ എന്താണോ യൂസ് ആക്കാത്തത് ആ സംഗതികളൊക്കെ പലപ്പോഴായിട്ട് ഇൻഫോർമൽ ഇംഗ്ലീഷിനകത്ത് യൂസ് ആക്കാറുണ്ട്. നമ്മൾ ഈ ഫോർമൽ ഇംഗ്ലീഷും ഇൻഫോർമൽ ഇംഗ്ലീഷും ഇതിലേക്ക് എടുത്തു പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സീരിയസ് കൺസേൺ. എക്സാമിന് പലതവണ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അത് നിങ്ങൾ ശരിക്കും അവിടെ പഠിക്കണം കേട്ടോ. സോ ദെൻ ഈ ഫോർമൽ ഇംഗ്ലീഷും ഇൻഫോർമൽ ഇംഗ്ലീഷും കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ഏതാണ് നമ്മുടെ ഫൊണറ്റിക്സ് ആണ്. And I hope you know that phonetics is the scientific study of speech sounds. അല്ലേ? സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീനെയാണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്. അതിനെയാണ് നമ്മൾ ഫൊണറ്റിക്സ് എന്ന് പറയുക. ഫൊണറ്റിക്സിനകത്ത് നമുക്കറിയാം നമ്മുടെ എത്ര സ്പീച്ച് സൗണ്ട്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. മെയിൻലി ദർ ആർ 44 സ്പീച്ച് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്, 20 വവൽ സൗണ്ട്സ് ആൻഡ് 24 കോൺസണൻസ്. ആ വവൽ സൗണ്ടിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു അല്ലെ, പ്യൂർ വവൽസ് എന്നും ഡിഫ്തോങ്സ് എന്നും. There are 12 pure vowels in English and 8 diphthongs. ഈ സൗണ്ട്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉള്ളപ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ മോഡൽ എക്സാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഈ സൗണ്ട്സ് ബേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആദ്യം ഒരു വാക്ക് തന്നിട്ട് ആ വാക്യത്തിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, എത്ര സൗണ്ടുകൾ ഉണ്ട്, നമ്മളോട് അങ്ങനെ ചോദിക്കും. ഫോർ എക്സാമ്പിൾ ബോട്ട്, ബോട്ട് എന്നുള്ള ആ ഒരു വാക്യത്തിനകത്ത് സ്പെല്ലിംഗ് നമ്മൾ നോക്കുമ്പോൾ BOAT അല്ലെ, 4 ലെറ്റേഴ്സ് ആണ് അതിനകത്തുള്ളത്. സൗണ്ട് നോക്കുന്ന സമയത്ത് ബ എന്ന കോൺസണന്റ് സൗണ്ട്, O എന്ന വവൽ സൗണ്ട് ആൻഡ് 3 സൗണ്ടേ ഉള്ളൂ. അങ്ങനെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, എത്ര സൗണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മളോട് കൗണ്ട് ചെയ്യാൻ പറയാം. അപ്പൊ അതിന് ഈ സൗണ്ട്സിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ 2 ഗതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അല്ലേ. നമുക്ക് ഒരു ഫോണറ്റിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ തന്നിട്ട് സാധാരണ രീതിയിലേക്ക് അത് മാറ്റാനും, അതുപോലെ സാധാരണ ഒരു വാക്ക് തന്നിട്ട് അതിനെ ഫോണറ്റിക്കൽ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് മാറ്റാനും വരാം. അപ്പൊ ആ 2 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഒന്ന് ഓർത്തോഗ്രാഫിക് ട്രാൻസ്ക്രിപ്ഷനും മറ്റത് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനുമാണ്. ആ 2 കാര്യങ്ങൾ അവിടെ ചോദിക്കുന്ന ഒന്നാണ്. ദെൻ ഇതല്ലാതെ ഡിഫ്തോങ്സ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു വാക്യം തന്നിട്ട് ആ വാക്യത്തിനകത്ത് യൂസ് ചെയ്ത ഡിഫ്തോങ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ എക്സാമിനാണോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് അല്ലെ, വെയിറ്റിനകത്ത് യൂസ് ചെയ്ത ഡിഫ്തോങ് ഏതാണ്, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് എ എന്ന ഡിഫ്തോങ് ആണ്. അപ്പൊ ആ 8 ഡിഫ്തോങ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുള്ള കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ആൻസേഴ്സ് അവിടെ പ്രോപ്പർ ആയിട്ട് അവിടെ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ വൺസ് അഗൈൻ ഐ ലൈക്ക് ടു റിപ്പീറ്റ് ദാറ്റ് യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദ സ്പീച്ച് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. 44 സൗണ്ട്സ് ഏതൊക്കെയാണ്, അതിൽ എത്ര വവൽ സൗണ്ട് ഉണ്ട്, എത്ര കോൺസണന്റ് ഉണ്ട്, ഡിഫ്തോങ്സ് ഏതൊക്കെയാണ്, ഓരോ ഡിഫ്തോങ്സ് ഒരു ഡിഫ്തോങ് ഒരു സൗണ്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ എക്സാമ്പിൾ ആയിട്ട് ഒരു 1-2 വാക്കുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് കിട്ടും. അപ്പൊ അത് ശരിക്കും നമ്മൾ പഠിക്കണേ. സ്പീച്ച് സൗണ്ട് റിലേറ്റഡ് ആയിട്ട് എക്സാമിന് നിരവധി ക്വസ്റ്റ്യൻസ്, ഒരു 6 മാർക്സ് 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ശരിക്കും അത് പഠിക്കണം. ഓക്കെ, ദെൻ വേറെ എന്താണ് ഹോമോഫോൺ, ഹോമണിം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണേ. ഹോമോഫോൺ അറിയാലോ, ഇറ്റ്സ് എ വേർഡ് പ്രൊനൗൺസ്ഡ് ആസ് അനദർ വേർഡ് അല്ലേ, ബട്ട് ഹാസ് ഡിഫറെന്റ് മീനിങ് ആൻഡ് സ്പെല്ലിംഗ്. ഓ, നമ്മൾ റെഡ് എന്ന വാക്ക് എടുക്കുകയാണ്, റെഡ് RED, ചുവപ്പ് എന്ന കളറുള്ള ആ ഒരു അർത്ഥം വരുന്ന വാക്ക്. ദെൻ റീഡ് എന്ന വേർബിന്റെ സെക്കൻഡ് ഫോം റെഡ് എന്ന് തന്നെയാണ് വായിക്കുക. പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ്, ബട്ട് സ്പെല്ലിംഗ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, ആ രീതിയിലുള്ള വാക്കുകളെയാണ് ഹോമോഫോൺ എന്ന് പറയാം. ഹോമോനിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേർഡ് വിച്ച് ഹാസ് സെയിം സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ആസ് അനദർ വേർഡ് ബട്ട് ഹാസ് ഡിഫറെന്റ് മീനിങ്. സ്പെല്ലിംഗ് ഒരുപോലെയാണ്, പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ്, ബട്ട് മീനിങ് വിൽ ബി ഡിഫറെന്റ്. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഗെയിം എന്ന അർത്ഥത്തിൽ എന്താണ് ക്രിക്കറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അത് ആ ഒരു സെൻസാണ് നമ്മൾ നോക്കുന്നത്, സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ക്രിക്കറ്റ് ഒരു ഇൻസെക്റ്റിനെയും നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ സെയിം സ്പെല്ലിംഗ് ആണ്, സെയിം പ്രൊനൗൺസിയേഷൻ ആണ്, സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ക്രിക്കറ്റ് ഒരു ഗെയിം ആയിട്ടുള്ള ക്രിക്കറ്റ് ഉണ്ട്, അതുപോലെ ഒരു ഇൻസെക്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റും കൂടി ഉണ്ട്. അപ്പൊ ഹോമോഫോൺ, ഹോമോനിംസ്, അപ്പൊ അതുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, സോ ദെൻ അപ്പോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഫെമിലിയർ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതല്ലാതെ falling tone and rising tone, that is serious concern. എക്സാമിന് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സെന്റൻസ് തന്നിട്ട് falling tone ആണോ റൈസിംഗ് ടോൺ ആണോ അവിടെ എന്നുള്ളത് നമ്മളോട് ചോദിക്കാം.
അപ്പോൾ ഇത് പഠിക്കാൻ സുഖമാണ്. ഫോളിംഗ് ടോൺ യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാ, റൈസിംഗ് ടോൺ പഠിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഫോളിംഗ് ടോൺ എന്ന് പറയുമ്പോൾ ശരിക്കും വോയിസ് ഒരു ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് മാറുന്നതിനെയാണ് ഫോളിംഗ് ടോൺ എന്ന് പറയുക. റൈസിംഗ് ടോൺ ലോ ടു ഹൈ ആണ്. ഫോളിംഗ് ടോൺ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്, സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഫോളിംഗ് ടോണിലായിരിക്കും. അതുപോലെ WH ക്വസ്റ്റ്യൻസ് ഫോളിംഗ് ടോണിലായിരിക്കും. എക്സ്ക്ലമേറ്ററി സെന്റൻസസ്, അതൊക്കെ അറിയാലോ അല്ലെ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ് അത്ഭുതത്തെ കാണിക്കുന്ന സെന്റൻസുകൾ, ഓ മൈ ഗോഡ് അല്ലെങ്കിൽ വാട്ട് എ സ്പ്ലെൻഡഡ് ഐഡിയ, അങ്ങനെയുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. കമാൻഡുകൾ, ടാഗ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഫോളിംഗ് ടോൺ ആണ്. അപ്പൊ നമ്മൾ എക്സാമിന് വരുന്ന ആ ഒരു സെന്റൻസ് ഇതിനകത്തുള്ള ഏതെങ്കിലും ആണോ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ, WH ആണോ, ക്വസ്റ്റ്യൻ ടാഗ് ആണോ, എക്സ്ക്ലമേറ്ററി ആണോ, കമന്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതാണെങ്കിൽ അവിടെ ഫോളിംഗ് ടോൺ ആണ്. ഇനി റൈസിംഗ് ടോൺ ആകാം. എപ്പോഴാണ് റൈസിംഗ് ടോൺ ആവാം? നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. റൈസിംഗ് ടോൺ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ റൈസിംഗ് ടോണിലായിരിക്കും. അതുപോലെ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ, ദെൻ ഫോർ എക്സാമ്പിൾ ആർ യു എ ടീച്ചർ, ആ രൂപേണ ചോദിക്കുന്നത്. WH ക്വസ്റ്റ്യൻസ് said in a friendly way, നമ്മളൊരു ഫ്രണ്ട്ലി ആയ വാംലി ആസ്ക്ഡ് WH ക്വസ്റ്റ്യൻസ്, അതും ഇതിനകത്താണ് പെടുന്നത്. ദെൻ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ, ഈ സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈസിംഗ് ടോൺ യൂസ് ചെയ്യുന്നത്. ഐ റിപ്പീറ്റ്, ഇന്റോണേഷൻ എന്നാണ് നമ്മൾ ഈ ഫോളിംഗ് ടോണിനെയും ഈ റൈസിംഗ് ടോണിനെയും കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഇന്റോണേഷൻ റിലേറ്റഡ് ആയിട്ട് ഇസ്സേ പോലെ എഴുതാൻ വരാറുണ്ട്. എവിടെയാണ് റൈസിംഗ് ടോൺ യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ഫോളിംഗ് ടോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ പോയിന്റുകൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദാറ്റ് മാർക്ക്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. തന്നെ അവിടെ ഒരു സർവേ ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാം കേട്ടോ. ഒരു സർവേ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആയിരിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് ഈ ഒരു യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് ഒരു ഏതെങ്കിലും ഒരു ഫിലിമിന്റെ റിവ്യൂ ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപകരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു ഫിലിമിന്റെ ഒക്കെ ഒരു റിവ്യൂ പഠിച്ചു വെക്കാം. റിവ്യൂ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ഇവിടുന്ന് ചോദിക്കാറുണ്ട്. സോ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് സേ വാട്ട് യു മീൻ എന്ന് പറയുന്ന ഒരു തേർഡ് യൂണിറ്റിൽ നിന്ന് നമ്മളോട് ചോദിക്കാം. അവ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഇത് പഠിക്കണം. ഐ റിപ്പീറ്റ്, സ്പീച്ച് സൗണ്ട്സ് കുറച്ചൊരു സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണേ. സൗണ്ട്സ് ശരിക്കും അറിയൂല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്യാനും സൗണ്ട്സിനെ കൗണ്ട് ചെയ്യാനും ഈ സാധനങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാം. വിഷിംഗ് യു ഓൾ ദ വെരി വെരി ബെസ്റ്റ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. Till then, bye. Thank you. Hello viewers, once again welcome back to my channel. So anyway, today here we are going to discuss the third unit of our textbook named Say What You Mean. So here we can say that this unit mainly talks about the importance of learning English. So ഈ ഒരു യൂണിറ്റിൽ നിന്ന് പ്രധാനമായും പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഓർഡറിൽ ഈ ഒരു തേർഡ് യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൽ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് how do you respond to the following question or statement എന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തരികയാണ്, കൺഗ്രാറ്റുലേഷൻസ് ഐ ആം സോ പ്ലീസ് ടു ഹിയർ ദാറ്റ്. ഹൗ വിൽ യു റെസ്പോണ്ട് ടു ദ സ്റ്റേറ്റ്മെന്റ്? അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് റിപ്ലൈ ചെയ്യും എന്നുള്ള ആ ഒരു റിപ്ലൈ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കാം. സോ ദാറ്റ്സ് എൻ ഈസി ക്വസ്റ്റ്യൻ. നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആൻസർ അവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായും പഠിക്കാനുള്ള ഒരു കണ്ടന്റ് രജിസ്റ്റർ എന്നുള്ള വാക്കാണ്. സോ ഐ ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് ദ വേർഡ് രജിസ്റ്റർ. ഇവിടെ the context or situation plays an important role in selecting the right expression during a conversation. This is called register. നമ്മൾ പലതവണ പറഞ്ഞൊരു കാര്യമാണ് എന്താണ് രജിസ്റ്റർ എന്ന വാക്യം. ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വൺ വേർഡിന് ഐ മീൻ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് ഈ രജിസ്റ്റർ എന്നുള്ള ആ ഒരു ടേം കേട്ടോ.
ദെൻ അത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതും അവിടെ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിരിക്കുക ആ ഒരു ടേമുമായിട്ട്. ഇതല്ലാതെ നമ്മൾ അവിടെ പഠിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമൽ ഇംഗ്ലീഷ് ആൻഡ് ഇൻഫോർമൽ ഇംഗ്ലീഷ്. ദാറ്റ് ഇസ് സീരിയസ് കൺസേൺ. അത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. കാരണം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലതവണയായിട്ട് എസ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഫോർമൽ ഇംഗ്ലീഷും ഇൻഫോർമൽ ഇംഗ്ലീഷും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പൊ അത് പ്രധാനമായിട്ടും അതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫോർമൽ ഇംഗ്ലീഷ് എന്താണ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഫോർമൽ ഇംഗ്ലീഷ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ റൈറ്റിംഗ് എന്നാ പറയുന്നത്. സാധാരണഗതിയിൽ ടെക്സ്റ്റ് ബുക്സിൽ, ബിസിനസ് ലെറ്റേഴ്സ്, ഇതുപോലെയുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഫോർമൽ ഇംഗ്ലീഷ് ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഒഫീഷ്യൽ ആൻഡ് സീരിയസ് ഒക്കേഷൻസ്. ആൻഡ് ഈ ഫോർമൽ ഇംഗ്ലീഷിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമൽ ഇംഗ്ലീഷിനകത്ത് സ്ലാങ്ങും അതുപോലെ കൊളോക്കിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ നമ്മൾ ഫോർമൽ ഇംഗ്ലീഷിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർമൽ ഇംഗ്ലീഷ് സാധാരണഗതിയിൽ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ ബിസിനസ് ലെറ്റേഴ്സ്, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഫോർമൽ ഇംഗ്ലീഷ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ. ദെൻ ഈ ഫോർമൽ ഇംഗ്ലീഷിന്റെ ടോണ് അക്കാഡമിക് ആയിരിക്കും. അതിനകത്ത് സ്ലാങ് അതുപോലെ കൊളോക്കിയൽ ലാംഗ്വേജുകളൊന്നും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. കൊളോക്കിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആർ അവോയ്ഡഡ് എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല അബ്രീവിയേറ്റഡ് ഫോംസ് ഓഫ് വേർഡ്സ് ആർ ഓൾസോ അവോയ്ഡഡ് ആൻഡ് ഗ്രാമർ റൂൾസ് ആർ സ്ട്രിക്ട്ലി ഫോളോഡ്. ഇതാണ് ഫോർമൽ ഇംഗ്ലീഷിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കൽ കൂടെ നമ്മൾ കാര്യം മനസ്സിലാക്കി വെക്കണേ. ഫോർമൽ ഇംഗ്ലീഷ് സാധാരണഗതിയിൽ ടെക്സ്റ്റ് ബുക്സ്, ബിസിനസ് ലെറ്റേഴ്സ്, ഇതുപോലെയുള്ള ഡിസ്കോഴ്സുകളിൽ, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു ടോണ് അക്കാഡമിക് ടോൺ ആയിരിക്കും. ദെൻ ഗ്രാമർ സ്ട്രിക്ട്ലി അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അബ്രീവിയേഷൻസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കൊളോക്കിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, സ്ലാങ്, ഈ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ഫോർമൽ ഇംഗ്ലീഷ്. ആൻഡ് ഇഫ് യു ഗോ ടു ഇൻഫോർമൽ ഇംഗ്ലീഷ്, ദിസ് ഇസ് സ്പോക്കൺ ബൈ മോസ്റ്റ് പീപ്പിൾ എവറി ഡേ. നമ്മുടെ ഡെയിലി ടോക്സ് ഒക്കെ മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് വിൽ ബി ഇൻ ഇൻഫോർമൽ ഇംഗ്ലീഷ്. അല്ലെ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള സംസാരം, നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള സംസാരങ്ങൾ മുഴുവൻ ഈ ഇൻഫോർമൽ ഇംഗ്ലീഷിനകത്താണ് വരിക. ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇമെയിൽസ് ആൻഡ് ലെറ്റേഴ്സ് ടു ഫ്രണ്ട്സ്. നമ്മൾ സാധാരണ സുഹൃത്തുക്കൾക്ക്, മറ്റുള്ള ആളുകൾക്ക് അയക്കുന്ന ലെറ്റേഴ്സ്, ഇമെയില്, അതിനകത്ത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫോർമൽ ഇംഗ്ലീഷാണ് നമ്മൾ യൂസ് ആക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഹിയർ ഗ്രാമർ റൂൾസ് ആർ റിലാക്സ്ഡ്. അതായത് ഫോർമൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ അത്ര കണ്ടൊരു സീരിയസ് കൺസേൺ ആയിട്ട് ഇവിടെ മാറുന്നില്ല. And speakers of informal English are not much concerned about vocabulary, slang and colloquial expressions may be used. അവിടെ എന്താണോ യൂസ് ആക്കാത്തത് ആ സംഗതികളൊക്കെ പലപ്പോഴായിട്ട് ഇൻഫോർമൽ ഇംഗ്ലീഷിനകത്ത് യൂസ് ആക്കാറുണ്ട്. നമ്മൾ ഈ ഫോർമൽ ഇംഗ്ലീഷും ഇൻഫോർമൽ ഇംഗ്ലീഷും ഇതിലേക്ക് എടുത്തു പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സീരിയസ് കൺസേൺ. എക്സാമിന് പലതവണ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അത് നിങ്ങൾ ശരിക്കും അവിടെ പഠിക്കണം കേട്ടോ. സോ ദെൻ ഈ ഫോർമൽ ഇംഗ്ലീഷും ഇൻഫോർമൽ ഇംഗ്ലീഷും കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ഏതാ, നമ്മുടെ ഫൊണറ്റിക്സ് ആണ്. And I hope you know that phonetics is the scientific study of speech sounds. അല്ലേ, സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീനെയാണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്. അതിനെയാണ് നമ്മൾ ഫൊണറ്റിക്സ് എന്ന് പറയുക. ഫൊണറ്റിക്സിനകത്ത് നമുക്കറിയാം നമ്മുടെ എത്ര സ്പീച്ച് സൗണ്ട്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. മെയിൻലി there are 44 speech sounds in English. 20 vowel sounds and 24 consonants. ആ വവൽ സൗണ്ടിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, അല്ലെ, പ്യൂർ വവൽസ് എന്നും ഡിഫ്തോങ്സ് എന്നും. There are 12 pure vowels in English and 8 diphthongs. ഈ സൗണ്ട്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉള്ളപ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. കാരണം കഴിഞ്ഞ മോഡൽ എക്സാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ഒരു യൂണിറ്റ് ചെയ്യുന്ന ഈ സൗണ്ട്സ് ബേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആദ്യം ഒരു വാക്ക് തന്നിട്ട് ആ വാക്യത്തിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, എത്ര സൗണ്ടുകൾ ഉണ്ട്, നമ്മളോട് അങ്ങനെ ചോദിക്കും. ഫോർ എക്സാമ്പിൾ ബോട്ട് എന്നുള്ള ആ ഒരു വാക്യത്തിനകത്ത് സ്പെല്ലിംഗ് നമ്മൾ നോക്കുമ്പോൾ BOAT, അല്ലെ, 4 ലെറ്റേഴ്സ് ആണ് അതിനകത്തുള്ളത്. സൗണ്ട് നോക്കുന്ന സമയത്ത് B എന്ന കോൺസണന്റ് സൗണ്ട്, O എന്ന വൊവൽ സൗണ്ട് ആൻഡ് T 3 സൗണ്ടേ ഉള്ളൂ.
അങ്ങനെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, എത്ര സൗണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മളോട് കൗണ്ട് ചെയ്യാൻ പറയാം. അപ്പൊ അതിന് ഈ സൗണ്ട്സിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. then അത് മാത്രമല്ല, നമുക്ക് സാധാരണഗതിയിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഒരു വാക്യം തന്നിട്ട് അതിനെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് മാറ്റാനും ആ ഫോണറ്റിക്കലി തന്നിട്ടുള്ള ഒരു വാക്യത്തെ ഓർത്തോഗ്രാഫിക് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് മാറ്റാനും കൂടെ നമ്മളോട് ചോദിക്കാം. അപ്പൊ ആ രണ്ട് ഗതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അല്ലേ. നമുക്ക് ഒരു ഫോണറ്റിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ തന്നിട്ട് സാധാരണ രീതിയിലേക്ക് അത് മാറ്റാനും, അതുപോലെ സാധാരണ ഒരു വാക്ക് തന്നിട്ട് അതിനെ ഫോണറ്റിക്കൽ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് മാറ്റാനും വരാം. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഒന്ന് ഓർത്തോഗ്രാഫിക് ട്രാൻസ്ക്രിപ്ഷനും മറ്റത് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനുമാണ്. ആ രണ്ട് കാര്യങ്ങൾ അവിടെ ചോദിക്കുന്ന ഒന്നാണ്. ദെൻ ഇതല്ലാതെ ഡിഫ്തോങ്സ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു വാക്യം തന്നിട്ട് ആ വാക്യത്തിനകത്ത് യൂസ് ചെയ്ത ഡിഫ്തോങ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ എക്സാമിനാണോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് അല്ലെ. വെയിറ്റിനകത്ത് യൂസ് ചെയ്ത ഡിഫ്തോങ് ഏതാണ്? അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് എ എന്ന ഡിഫ്തോങ് ആണ്. അപ്പൊ ആ 8 ഡിഫ്തോങ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുള്ള കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ആൻസേഴ്സ് അവിടെ പ്രോപ്പർ ആയിട്ട് അവിടെ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ വൺസ് അഗൈൻ ഐ ലൈക്ക് ടു റിപ്പീറ്റ് ദാറ്റ് യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദ സ്പീച്ച് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. 44 സൗണ്ട്സ് ഏതൊക്കെയാണ്, അതിൽ എത്ര വൊവൽ സൗണ്ട് ഉണ്ട്, എത്ര കോൺസണന്റ് ഉണ്ട്, ഡിഫ്തോങ്സ് ഏതൊക്കെയാണ്, ഓരോ ഡിഫ്തോങ്സ് ഒരു ഡിഫ്തോങ് ഒരു സൗണ്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ എക്സാമ്പിൾ ആയിട്ട് ഒരു 1-2 വാക്കുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് കിട്ടും. അപ്പൊ അത് ശരിക്കും നമ്മൾ പഠിക്കണേ. സ്പീച്ച് സൗണ്ട് റിലേറ്റഡ് ആയിട്ട് എക്സാമിന് നിരവധി ക്വസ്റ്റ്യൻസ്, ഒരു 6 മാർക്സ് 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ശരിക്കും അത് പഠിക്കണം. ഓക്കെ, ദെൻ വേറെ എന്താണ് ഹോമോഫോൺ, ഹോമണിം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണേ. ഹോമോഫോൺ അറിയാലോ, ഇറ്റ്സ് എ വേർഡ് പ്രൊനൗൺസ്ഡ് ആസ് അനദർ വേർഡ് അല്ലേ, ബട്ട് ഹാസ് ഡിഫറെന്റ് മീനിങ് ആൻഡ് സ്പെല്ലിംഗ്. ഓ, നമ്മൾ റെഡ് എന്ന വാക്ക് എടുക്കുകയാണ്, റെഡ് RED, ചുവപ്പ് എന്ന കളറുള്ള ആ ഒരു അർത്ഥം വരുന്ന വാക്ക്. ദെൻ റീഡ് എന്ന വേർബിന്റെ സെക്കൻഡ് ഫോം റെഡ് എന്ന് തന്നെയാണ് വായിക്കുക. പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ്, ബട്ട് സ്പെല്ലിംഗ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, ആ രീതിയിലുള്ള വാക്കുകളെയാണ് ഹോമോഫോൺ എന്ന് പറയാ. ഹോമോനിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേർഡ് വിച്ച് ഹാസ് സെയിം സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ആസ് അനദർ വേർഡ് ബട്ട് ഹാസ് ഡിഫറെന്റ് മീനിങ്. സ്പെല്ലിംഗ് ഒരുപോലെയാണ്, പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ്, ബട്ട് മീനിങ് വിൽ ബി ഡിഫറെന്റ്. ഫോർ എക്സാമ്പിൾ, ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഗെയിം എന്ന അർത്ഥത്തിൽ എന്താണ് ക്രിക്കറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അത് ആ ഒരു സെൻസ് ആണ് നമ്മൾ നോക്കുന്നത്, സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ക്രിക്കറ്റ് ഒരു ഇൻസെക്റ്റിനെയും നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ സെയിം സ്പെല്ലിംഗ് ആണ്, സെയിം പ്രൊനൗൺസിയേഷൻ ആണ്, സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ക്രിക്കറ്റ് ഒരു ഗെയിം ആയിട്ടുള്ള ക്രിക്കറ്റ് ഉണ്ട്, അതുപോലെ ഒരു ഇൻസെക്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റും കൂടി ഉണ്ട്. അപ്പൊ ഹോമോഫോൺ, ഹോമോനിംസ്, അപ്പൊ അതുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, സോ ദെൻ അപ്പോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഫെമിലിയർ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതല്ലാതെ ഫോളിംഗ് ടോൺ ആൻഡ് റൈസിംഗ് ടോൺ, ദാറ്റ് ഈസ് സീരിയസ് കൺസേൺ. എക്സാമിന് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സെന്റൻസ് തന്നിട്ട് ഫോളിംഗ് ടോൺ ആണോ റൈസിംഗ് ടോൺ ആണോ അവിടെ എന്നുള്ളത് നമ്മളോട് ചോദിക്കാം. അപ്പോ ഇത് പഠിക്കാൻ സുഖമാണ്. ഫോളിംഗ് ടോൺ യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാ, റൈസിംഗ് ടോൺ പഠിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഫോളിംഗ് ടോൺ എന്ന് പറയുമ്പോൾ ശരിക്കും വോയിസ് ഒരു ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് മാറുന്നതിനെയാണ് ഫോളിംഗ് ടോൺ എന്ന് പറയുക. റൈസിംഗ് ടോൺ ലോ ടു ഹൈ ആണ്. ഫോളിംഗ് ടോൺ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ്മെന്റ്സ്, സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഫോളിംഗ് ടോണിലായിരിക്കും. അതുപോലെ WH ക്വസ്റ്റ്യൻസ് ഫോളിംഗ് ടോണിലായിരിക്കും. എക്സ്ക്ലമേറ്ററി സെന്റൻസസ്, അതൊക്കെ അറിയാലോ അല്ലെ. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് അത്ഭുതത്തെ കാണിക്കുന്ന സെന്റൻസുകൾ, ഓ മൈ ഗോഡ് അല്ലെങ്കിൽ വാട്ട് എ സ്പ്ലെൻഡഡ് ഐഡിയ, അങ്ങനെയുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. കമാൻഡുകൾ, ടാഗ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഫോളിംഗ് ടോൺ ആണ്. അപ്പൊ നമ്മൾ എക്സാമിന് വരുന്ന ആ ഒരു സെന്റൻസ് ഇതിനകത്തുള്ള ഏതെങ്കിലും ആണോ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ, WH ആണോ, ക്വസ്റ്റ്യൻ ടാഗ് ആണോ, എക്സ്ക്ലമേറ്ററി ആണോ, കമന്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതാണെങ്കിൽ അവിടെ ഫോളിംഗ് ടോൺ ആണ്. ഇനി റൈസിംഗ് ടോൺ ആകാം. എപ്പോഴാണ് റൈസിംഗ് ടോൺ ആവാം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. റൈസിംഗ് ടോൺ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ റൈസിംഗ് ടോണിലായിരിക്കും. അതുപോലെ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ. ദെൻ ഫോർ എക്സാമ്പിൾ, ആർ യു എ ടീച്ചർ, ആ രൂപേണ ചോദിക്കുന്നത്. WH ക്വസ്റ്റ്യൻസ് സെഡ് ഇൻ എ ഫ്രണ്ട്ലി വേ, നമ്മളൊരു ഫ്രണ്ട്ലി ആയ വാം
വാംലി ആസ്ക്ഡ് WH ക്വസ്റ്റ്യൻസ്, അതും ഇതിനകത്താണ് പെടുന്നത്. ദെൻ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ. ഈ സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈസിംഗ് ടോൺ യൂസ് ചെയ്യുന്നത്. ഐ റിപ്പീറ്റ്, ഇന്റോണേഷൻ എന്നാണ് നമ്മൾ ഈ ഫോളിംഗ് ടോണിനെയും ഈ റൈസിംഗ് ടോണിനെയും കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഇന്റോണേഷൻ റിലേറ്റഡ് ആയിട്ട് ഇസ്സേ പോലെ എഴുതാൻ വരാറുണ്ട്. എവിടെയാണ് റൈസിംഗ് ടോൺ യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ഫോളിംഗ് ടോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ പോയിന്റുകൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദാറ്റ് മാർക്ക്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. തന്നെ അവിടെ ഒരു സർവേ ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാം കേട്ടോ. ഐ മീൻ ഒരു സർവേ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആയിരിക്കുന്നത് നല്ലതാണ്. ദെൻ ഇതിനകത്ത് ഈ ഒരു യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് ഒരു ഏതെങ്കിലും ഒരു ഫിലിമിന്റെ റിവ്യൂ ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപകരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു ഫിലിമിന്റെ ഒക്കെ ഒരു റിവ്യൂ പഠിച്ചു വെക്കാം. റിവ്യൂ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ഇവിടുന്ന് ചോദിക്കാറുണ്ട്. സോ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് സേ വാട്ട് യു മീൻ എന്ന് പറയുന്ന ഒരു തേർഡ് യൂണിറ്റിൽ നിന്ന് നമ്മളോട് ചോദിക്കാം. അവ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഇത് പഠിക്കണം. ഐ റിപ്പീറ്റ്, സ്പീച്ച് സൗണ്ട്സ് കുറച്ചൊരു സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണേ. സൗണ്ട്സ് ശരിക്കും അറിയൂല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്യാനും സൗണ്ട്സിനെ കൗണ്ട് ചെയ്യാനും ഈ സാധനങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാം. വിഷിംഗ് യു ഓൾ ദ വെരി വെരി ബെസ്റ്റ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. Till then, bye. Thank you.